പകരം ഈ ഫ്രൂട്ട് കച്ചവടങ്ങളെ മുഴുവൻ, പച്ചക്കറി കച്ചവടത്തെ ഒഴിവാക്കി റിയൽ എസ്റ്റേറ്റ് കമ്പനികൾക്ക് ലാഭം കൊയ്യാൻ വേണ്ടി, അതിൽ നിന്ന് കമ്മീഷൻ അടിക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഈ സ്ഥലം ഏറ്റെടുക്കാൻ തീരുമാനിക്കുന്നത്. ഇത്രയും നാൾ 45 വർഷമായല്ലോ കോർപ്പറേഷൻ ഇവിടെ ഭരിക്കാൻ തുടങ്ങിയിട്ട്. പാളയം മാർക്കറ്റിലെ പച്ചക്കറി കച്ചവടക്കാരുടെ സൗകര്യങ്ങൾ വിപുലപ്പെടുത്താൻ എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ? എന്തെങ്കിലും നടപടി ഉണ്ടായോ? ഈ പാവപ്പെട്ട കച്ചവടക്കാർ ഇവിടെ പഴയ റൂമുകളിൽ അവരുടെ സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് അവിടെ കച്ചവടം നടത്തി വരികയാണ്. ഒരു സുപ്രഭാതത്തിൽ അവരെ മുഴുവൻ ഇവിടെ ഒന്ന് ഒഴിവാക്കുക. ആരുടെ തീരുമാനമാണിത്? ഞാൻ ചോദിക്കട്ടെ, 45 വർഷം മുൻ കോർപ്പറേഷൻ ഭരിച്ച CPM-ന്റെയും ഇടതു മുന്നണിയുടെയും നയം ഇവിടുത്തെ പാവപ്പെട്ട കച്ചവടക്കാർ, തൊഴിലാളികൾ ഇവരെ മുഴുവൻ തകർക്കുന്നതായി മാറുന്നത് ശരിയാണോ? ഈ നടപടി നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുമോ? ഈ പാളയത്തെ പച്ചക്കറിയും ഫ്രൂട്ട്സും വിറ്റ് ഉപജീവനം നടത്തുന്ന ആളുകളാണ് ഇവിടുത്തെ കച്ചവടക്കാർ. ഇവിടെ പച്ചക്കറി ചുമടെടുത്ത് ജീവിക്കുന്ന തൊഴിലാളികളുണ്ട്. അവരുടെ രാഷ്ട്രീയം ഏതുമാകട്ടെ, ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരാകട്ടെ, ഏത് തൊഴിലാളി സംഘടനയിൽപ്പെട്ടവരാകട്ടെ, അവരുടെ ജീവിതം വഴിമുട്ടാൻ പോകുന്ന ഈ അവസ്ഥക്കെതിരായിട്ടാണ് നമ്മുടെ പ്രിയങ്കരായ MP CMK രാഘവൻ ഒരു ദിവസത്തെ ഈ ഉപവാസ പരിപാടിക്ക് ഇവിടെ രൂപം കൊടുത്തിരിക്കുന്നത്.